വിദ്യാർത്ഥിയാണ്. ഒരുമിച്ചാണ് താമസിക്കുന്നത്. ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഭാര്യ മരിച്ചതിന് ശേഷം രണ്ടാം കല്യാണം കഴിച്ചാണെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അറിയില്ല, അന്വേഷിച്ചു വരുന്നേ ഉള്ളൂ. അന്വേഷിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ പത്മരാജൻ ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ്. അവർ ആ ഭാര്യ മരിച്ചതിന് ശേഷം വീണ്ടും ഒരു വിവാഹം കഴിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പോലീസിൻ്റെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. എന്താണ് കൊലപാതകത്തിൻ്റെ കാരണം എന്ന് തന്നെയാണ് പ്രധാനം. ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന ചില സൂചനകൾ പോലീസിൻ്റെ കൈവശമുണ്ട്. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയാണ്. ഒരു കുടുംബ പ്രശ്നവും സാമ്പത്തിക പ്രശ്നമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾക്ക് ഒരാളിന് മരണപ്പെട്ടു, ഒരാൾ വലിയ കാര്യമായ പ്രശ്നങ്ങളില്ല. അദ്ദേഹം വരികയായിരുന്നു. ഇങ്ങനെ ഈ സംഭവം പുള്ളി വിശദീകരിച്ചു, കൃത്യമായി പറഞ്ഞു, പോലീസിനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ തന്നെ നമ്മൾ സ്ഥലത്തെത്തി ബാക്കി നമ്മൾ വിശദീകരിച്ചു. സമ്മതിച്ചു. അന്വേഷിച്ചു വരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ അന്വേഷിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പം ബാക്കി അതിൻ്റെ കേസ് നടപടികളിലേക്ക് പോവാണ്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സീൻ മാസ്റ്ററും അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം നാളെ പൂർത്തിയാക്കി ബാക്കി നമ്മൾ വിളിച്ച് സയൻറ്റിഫിക് ഓഫീസേഴ്സൊക്കെ വരുന്നുണ്ട്. ഭാര്യയും ഭർത്താവുമായുള്ള തർക്കം, അതിനെ തുടർന്നുള്ള കൊലപാതകം എന്നാണ് ഇപ്പോൾ പത്മരാജൻ മൊഴിയായി നൽകിയിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എന്ന മൊഴിയും പോലീസിന് പത്മരാജൻ ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. പോലീസ് അറിയിക്കുന്ന ഒരു കാര്യം, ഈ കൃത്യം നടത്തിയതിനു ശേഷം, ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഈ പ്രതി പത്മരാജൻ കീഴടങ്ങുകയായിരുന്നു. പോലീസിനെ അദ്ദേഹം തന്നെയാണ് ഈ വിവരം അറിയിക്കുന്നത്. അതിനുശേഷം പോലീസ് സ്ഥലത്തേക്കെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. മറ്റൊരാളെ ലക്ഷ്യമിട്ട് നടത്തിയ കൊലപാതക ശ്രമം എന്നുള്ള കാര്യത്തിൽ പോലീസിന് വിശദമായ അന്വേഷണം ആവശ്യമായിരിക്കും. അതിലേക്ക് അന്വേഷണ സംഘം കടക്കും. അതിക്രൂരമായ കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ പോലീസ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ പ്രതിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, അതിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്. ഇദ്ദേഹം നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്ന ആളാണ് എന്ന് പറയുന്നു. ഭാര്യ മരിച്ചതിന് ശേഷം അനിലെ വിവാഹം കഴിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.